പോക്സോ കേസ് പ്രതിയുടെ പിതാവിന്റെ മുതൽ മുടക്കിൽ സ്റ്റേഷനിൽ AC സ്ഥാപിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗുരുവായൂർ DSP PK മനോജ് കുമാർ, SIമാരായ PP വിൻസെന്റ്, അബ്ദുൾ റഹ്മാൻ എന്നിവർക്കാണ് സസ്പെൻഷൻ. സേനയ്ക്ക് കളങ്കമുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന പോലീസ് മേധാവിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് വകുപ്പ് തല നടപടി. മനോജ് ഉണ്ട്. മനോജ്, വിശദാംശങ്ങൾ. 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി എടുത്തിട്ടുള്ളത്. ഈ ഗുരുവായൂർ സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ ഫർണിഷിംഗ് വർക്കുകളുമായി ബന്ധപ്പെട്ട് പോക്സോ കേസ് പ്രതിയുടെ അച്ഛന്റെ കയ്യിൽ നിന്നും ആ തുക കൈപ്പറ്റി ആ തുകയിലൂടെ AC വാങ്ങി സ്റ്റേഷനിൽ സ്ഥാപിച്ചു എന്നുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കി എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്നും പോലീസ് മേധാവിയുടെ അഭ്യർത്ഥനയെ തുടർന്നുമാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ DYSP ആയിട്ടുള്ള PK മനോജ് കുമാറും അതുപോലെ തന്നെ SIമാരായിട്ടുള്ള വിൻസെന്റ്, അബ്ദുൾ റഹ്മാൻ എന്നിവർക്കെതിരെയാണ് ഈ നടപടി എടുത്തിട്ടുള്ളത്. എന്തായാലും പോലീസ് സേനയ്ക്ക് തന്നെ വളരെയധികം നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ സ്റ്റേഷനിൽ തന്നെ SI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതിയാണ് അസ്ലാം. അസ്ലാമിന്റെ പിതാവായിട്ടുള്ള അബ്ദുൾ ഗഫൂറിന്റെ കയ്യിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു അബ്ദുൾ ഗഫൂറിന്റെ പണത്തിനാണ് ഇങ്ങനെ ഒരു AC വാങ്ങി സ്ഥാപിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 28,000 രൂപയാണ് ഈ എയർ കണ്ടീഷന്റെ വില. ഇതിൽ പകുതി തുക അബ്ദുൾ ഗഫൂറും അതുപോലെ തന്നെ സ്ഥാപനത്തിൽ നിന്നും ഈ മുതൽ മുടക്കായി ഇവർ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ DYSPക്ക് അടക്കം ഇതിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കിയ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. ഇതും വകുപ്പ് തല അന്വേഷണത്തിന് ശേഷം നടന്നിട്ടുള്ള നടപടിയാണ്. എന്തായാലും ഇനി ഈ DYSP ആയി സ്ഥാനക്കയറ്റം ലഭിച്ച ഉദ്യോഗസ്ഥനാണ് ഈ PK മനോജ്. അതുപോലെ തന്നെ 2 SIമാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രജനി. ശരി മനോജ്.